മുക്കം നഗരസഭയിൽ 2026 മുതൽ 27 വരെ വാർഷിക പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 34 വാർഡ് തല സഭകൾ സജീവമാകുന്നു. അതോടൊപ്പം യോഗങ്ങളിൽ ജനങ്ങളുടെ പങ്കാളിത്തവും ശ്രദ്ധ തേടുകയായി നഗരസഭയിലെ 20-ാം ഡിവിഷൻ ചേന്ദമംഗല്ലൂരിന്റെ വാർത്തല സഭയോഗം ചേന്ദമംഗല്ലൂർ GMUP സ്കൂളിൽ സംഘടിപ്പിച്ചു. ജനപങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി. നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ CA പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമസഭകളാണ് നാടിന്റെ വികസനത്തിന്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുതിയ ഭരണസമിതി അധികാരത്തിലേറിയതോടെ 2025-26 പദ്ധതികളിൽ പാതിവഴിയിൽ എത്തിവയുണ്ട്. ഇത്തരം പദ്ധതികളുടെ പൂർത്തീകരണത്തിന്റെ ചർച്ചകൾ നടക്കണം. അതേസമയം 2026 മുതൽ 27 വരെ വർഷത്തെ പദ്ധതികൾക്കായി വാർത്തല അഭിപ്രായ സ്വരൂപണവും നടക്കണം. സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഫെബ്രുവരി അവസാനത്തിലോ മാർച്ചിലോ വിജ്ഞാപനം പുറത്തിറങ്ങും. വികസന പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി മാറ്റി ഒഴിവാക്കേണ്ടിവരും. ഇക്കാരണത്താലാണ് വാർത്തല സഭകൾ വേഗത്തിൽ വിളിച്ചു ചേർക്കുന്നത് അദ്ദേഹം പറഞ്ഞു. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി കുറേ പദ്ധതികൾ പാതി വഴിക്ക് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അത്തരം പദ്ധതികളുടെ അവലോകനവും പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനും അതുപോലെ തന്നെ 2026-27 സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയെ സംബന്ധിച്ച് ഈ വാർഡ് സഭയിൽ അഭിപ്രായ സ്വരൂപീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഗ്രാമസഭ വിളിച്ചു ചേർക്കേണ്ടി വന്നിട്ടുള്ളത്. ചടങ്ങിൽ വാർഡ് കൗൺസിലർ ബനൂജ വടക്ക് വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് വികസനങ്ങൾ ആവശ്യമുണ്ട്. ഇതിനൊക്കെ നിങ്ങളുടെ സഹായവും സഹകരണവും ഒക്കെ വേണ്ടതുണ്ട്. മെയിനായിട്ട് നമ്മളെ മനസ്സിലുള്ളത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അജണ്ട എന്ന് വെച്ചാൽ ചേന്ദമംഗല്ലൂർ കക്കാട് റോഡ് ഉയർത്തുക. അത് 300-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന, വെള്ളപ്പൊക്ക കാലത്ത് ദുരിതം അനുഭവിക്കുന്ന, നാടുമായിട്ട് ബന്ധം വിച്ഛേദിക്കുന്ന ഒരു ഭാഗമാണ് മംഗലശ്ശേരി. അതായത് മംഗലശ്ശേരി ഭാഗം മുതൽ ഞങ്ങളെ കിഴക്കുമുറി ഭാഗത്തുള്ള ഒരുപാട് ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന ഒരു മേഖലയാണ്. മംഗലശ്ശേരി വാർഡ് ഡിവിഷൻ കൗൺസിലർ ഷഫീഖ് മാടായി പദ്ധതികൾ വിശദീകരിച്ചു. സാബിക് സമാൻ, പ്രിയ, KV ജബ്ബാർ എന്നിവർ സംസാരിച്ചു. മഴക്കാലത്ത് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ചേന്ദമംഗല്ലൂർ കക്കാട് റോഡിലെ വയൽഭാഗം ഉയർത്തിക്കെട്ടുക, കടാംകല്ലി മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക, 18, 20, 21 ഡിവിഷനുകളിലെ കാട്ടുപന്നികളുടെ ആവാസ കേന്ദ്രമാക്കിയ കാടുകൾ വെട്ടിമാറ്റി പന്നികളുടെ ശല്യം ഒഴിവാക്കുക, പുൽപ്പറമ്പ് ഇടത്തോട് വയലിനോട് കേന്ദ്രീകരിച്ച് ടൂറിസം പദ്ധതി, മംഗലശ്ശേരി തോട്ടം ഗ്രൗണ്ട്, പുൽപ്പറമ്പ് തെരശി ഗ്രൗണ്ട് മികച്ച സൗകര്യത്തിൽ നവീകരിക്കുക, അങ്കനവാടികൾക്ക് മുകളിൽ മുറികൾ നിർമ്മിക്കുക, തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുക, അങ്ങാടി തേക്കുപാലി റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് നന്നാക്കി ടാറിംഗ് നടത്തുക, തെരുവ് വിളക്കുകൾ എല്ലായിടത്തും കാര്യക്ഷമമാക്കുക തുടങ്ങി ഒട്ടേറെ ആവശ്യങ്ങൾ യോഗത്തിൽ ഉയർന്നുവന്നു. 2026 മുതൽ 27 വരെ വാർഷിക പദ്ധതികര നിർദ്ദേശങ്ങൾ, ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കൽ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച നടത്തി. KT മുഹ്സിൻ, TK അബ്ദുലസീസ്, EK അൻവർ, ആയിഷ ചേന്താംകുന്നത്ത്, ഷിനി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. മംഗലശ്ശേരി ഡിവിഷൻ ചേന്ദമംഗല്ലൂർ ഉദയം ഹാളിൽ നടന്നു. നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ഷഫീഖ് മാടായി അധ്യക്ഷത വഹിച്ചു. മുൻ കൗൺസിലർ ഫാത്തിമ കൊടപ്പന, അതുൽ സുനെ, KT ഇല്യാസ് എന്നിവർ സംസാരിച്ചു. നീർനായ ശല്യം ഒഴിവാക്കാൻ പദ്ധതികൾ, കക്കാട് റോഡിലെ വയൽഭാഗം ഉയർത്തുക തുടങ്ങി ചർച്ചകൾ നടന്നു. ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ്, മുക്കം.